മെഴുകുതിരി ഊതി അണയ്ക്കാത്ത ഒരു ബർത്ത്ഡേ ആയിരുന്നു ഈ വട്ടം മോളുടെ ബർത്ത്ഡേ. നവംബർ 17, 2025. ശരിക്കും ഈ മെഴുകുതിരികൾ എന്തിനാണ് ഊതി അണയ്ക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ? നിശബ്ദമായ ഒരു ആഗ്രഹ സഫലീകരണത്തിനാണത്രേ. ആഗ്രഹം സഫലമാകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ഒറ്റ ശ്വാസത്തിന് എല്ലാ മെഴുകുതിരികളും ഊതി അണയ്ക്കണം. ഇതറിയാവുന്നവർക്ക് ഒരു ശ്വാസത്തിൽ മെഴുകുതിരി ഊതി അണച്ചില്ലെങ്കിൽ എന്തുമാത്രം ടെൻഷനായിരിക്കും അല്ലേ. പിന്നെ മെഴുകുതിരി ഊതി അണയ്ക്കുന്നതിൽ മുഖ്യതാരം പുകയാണ് കേട്ടോ. നമ്മുടെ ബർത്ത്ഡേയുടെ അന്ന് വിരുന്നുകാരായിട്ട് വരുന്ന കുറച്ച് പിശാചുക്കളൊക്കെ കാണും. അതിനെ ഓടിച്ചു കളയാനാണ് അത്രയാ പുക. സ്വർഗത്തിലേക്ക് പ്രാർത്ഥന പുകയിലൂടെ എത്തിച്ചേരും എന്നൊക്കെയാണ് വിശ്വാസം. ശരിക്കും ഇതൊക്കെ കേട്ട് ഇതുവരെ ബർത്ത്ഡേ ആഘോഷിച്ചിരുന്ന യുക്തിവാദികളൊക്കെ അറിയാതെ ഈശ്വര എന്ന് വിളിച്ചിട്ടുണ്ടോ അല്ലേ? ഈ ആശയങ്ങളൊക്കെ ഗ്രീസിൽ നിന്നും ജർമ്മനിയിൽ നിന്നൊക്കെ വന്നതാണത്രേ. തൽക്കാലം നമുക്ക് ഗ്രീക്കുകാരെയും ജർമ്മൻകാരെയും ഒക്കെ ഓടിച്ചു വിട്ടിട്ട് നമ്മുടെ അമ്മമാരിലേക്ക് വരാം. പുകയേക്കാൾ ജീവന്റെ തീനാളത്തിനല്ലേ ശക്തി എന്നാണ് അവിടുത്തെ വാദം. ദീപം ബർത്ത്ഡേയുടെ അന്ന് ഊതി അണയ്ക്കുന്നത് അധികം ഇഷ്ടമില്ലാത്തവരാണ് നമ്മുടെ അമ്മമാർ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഒരു പരിഹാരം. ഊതി അണച്ചതുമില്ല, നന്നായിട്ട് പുകയുകയും ചെയ്തു. എല്ലാവരും ഹാപ്പി. അങ്ങനെ ചന്ദന ധൂപ പരിമളത്തോടെ പ്രാർത്ഥനയോടെ തുടങ്ങിയ ബർത്ത്ഡേ ആഘോഷം എല്ലാവരും ഒന്നിച്ചുള്ള ഒരു ചെറിയ ഔട്ടിങ്ങും ഭക്ഷണം കഴിപ്പും ഒക്കെ ആയിട്ടാണ് അവസാനിച്ചത്. അങ്ങനെ ലളിതവും സുന്ദരവുമായി ഒരു ബർത്ത്ഡേ കൂടി കടന്നുപോയി. അങ്ങനെ ഈ വർഷത്തെ ഒരു നവംബർ കൂടി കടന്നു പോകാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നവംബറിന് ഒരു വലിയ നന്ദിയുണ്ട് നമ്മുടെ വീട്ടിലെ 2 മാലാ കുഞ്ഞുങ്ങളെ തന്നതിന്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്നെന്നും ഏറ്റവും പ്രിയപ്പെട്ട ഒരു മാസമാണ് നവംബർ. താങ്ക് യു നവംബർ ഫോർ ഗിവിംഗ് us 2 cutie angels.